ഇന്ന് നമ്മൾ ബഹ്റൈനിലുള്ള ചൂണ്ടപ്രേമികളുടെ കൂട്ടായ്മയായ ബഹ്റൈൻ മല്ലു ആംഗ്ലേഴ്സിന്റെ 2ാം വാർഷികവും അതിനോടനുബന്ധിച്ച് നടന്ന ഫിഷിംഗ് ടൂർണമെന്റിന്റെ സമാധാന ചടങ്ങുകളുമാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് അതിന്റെ വിശേഷത്തിലോട്ട് കടക്കാം. നമ്മളുടെ ഇന്നത്തെ ചടങ്ങിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മുടെ സുനിലേട്ടൻ ഒരു സ്വാഗത പ്രസംഗം ചെയ്തതാണ്. സുനിലേട്ടൻ. ബഹ്റൈൻ മല്ലു ആംഗ്ലേഴ്സിന് ധീരമായി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുനിൽ ലിയോ, പ്രിയപ്പെട്ട ഉണ്ണിമോൻ, രൂപേഷ്, മറ്റ് അഡ്മിൻ ഭാരവാഹികളെ, നമ്മുടെ 2ാം വാർഷികവും അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു മാസക്കാലമായി നമ്മൾ നടത്തിയിട്ടുള്ള ഈ ഫിഷിംഗ് കോമ്പറ്റീഷന്റെ സമ്മാന വിതരണവുമാണ് നമ്മളിവിടെ നടക്കുന്നത്. ഈ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ടിന്റെ മെമ്പർ പ്രിയപ്പെട്ട ചമ്പൻ ജലാൽ, കരിക്കിനത്തിന്റെ പ്രതിനിധി പ്രിയപ്പെട്ട ബിനു ജോർജ്, പ്രിയപ്പെട്ട സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായ സുരേഷ് മണ്ടോടി, ഇവിടേക്ക് കടന്നു വന്ന BMAയുടെ മുഴുവൻ കുടുംബാംഗങ്ങളെയും സഹോദരിമാരെയും BMAയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ മത്സരത്തിൽ പങ്കെടുത്ത് ഈ മത്സരത്തെ വൻ വിജയമാക്കി മാറ്റിയ നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി ഈ ഗ്രൂപ്പിന്റെ പേരിൽ ഞാൻ അറിയിക്കുന്നു. അടുത്തതായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വിശിഷ്ടാതിഥിയെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട ചമ്പൻ ജലാലിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയമുള്ള സുനിൽ മാഷ്, ബഹ്റൈൻ മല്ലു ആംഗ്ലേഴ്സിന്റെ യഥാർത്ഥത്തിൽ ബഹ്റൈനിൽ കാണുന്ന ഏറ്റവും നല്ല ഒരു കൂട്ടായ്മ, ഈ കൂട്ടായ്മക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട സുനിൽ ലിയോ, പ്രിയപ്പെട്ട രൂപേഷ്, പ്രിയപ്പെട്ട ഉണ്ണിമോൻ, പ്രിയപ്പെട്ട അജി, ഈ വേദിയിലിരിക്കുന്ന സാമൂഹ്യ പ്രവർത്തകനായ പ്രിയപ്പെട്ട സുരേഷ് മണ്ടോടി, പ്രിയപ്പെട്ട ബിനു, എൻ്റെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാര്, എല്ലാവരെയും നോക്കിയപ്പോൾ എൻ്റെ മക്കളെ പ്രായമേ കാണുന്നു. വളരെയധികം സന്തോഷമുണ്ട് ഈ സദസ്സിൽ നിൽക്കുമ്പോൾ. കാരണം ഇന്ന് രാവിലെ ഞാൻ 2 മെഡിക്കൽ ക്യാമ്പ് അറ്റൻഡ് ചെയ്തു വരിക. ഒന്ന് കൊല്ലം പ്രവാസി അസോസിയേഷന്റെയും ഒന്ന് മൈത്രി അസോസിയേഷന്റെയും. ഈ 2 മെഡിക്കൽ ക്യാമ്പുകളിൽ നിന്നും ഒരാവശ്യം ഉയർന്നു വന്നു. നമ്മുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം മാത്രമല്ല, മാനസികപരമായിട്ടുള്ള ആരോഗ്യം കൂടി പരിഗണിക്കുന്ന രൂപത്തിലുള്ള പ്രോഗ്രാം പൊതുസമൂഹത്തിൽ നടത്തപ്പെടണമെന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോൾ യഥാർത്ഥത്തിൽ മാനസിക ആരോഗ്യത്തിന് വേണ്ടിയുള്ള, അതുമാത്രമല്ല ഇതിൽ ആരോഗ്യത്തിന്റെ എല്ലാ തലങ്ങളും ടച്ച് ചെയ്യുന്ന വലിയ ഒരു പ്രോഗ്രാമാണ് BMA നടത്തുന്നത്. യഥാർത്ഥത്തിൽ ബഹ്റൈൻ മല്ലു ആംഗ്ലേഴ്സ് അല്ലെ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം മലയാളികളുടെ ഈ ഒരു രൂപത്തിലുള്ള ഇതൊരു നല്ലൊരു പ്രൊഫഷണൽ കൂട്ടായ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്ന വിവിധ തരത്തിലുള്ള വിവിധ തട്ടുകളിലുള്ള ആളുകളുണ്ട്, വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന. ഞാൻ സുനിൽ മാഷുമായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ മാഷോട് പറയായിരുന്നു, മാഷ് ഇന്ത്യൻ സ്കൂളിലെ കുട്ടികൾക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ട്രെയിനിങ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു പ്രോഗ്രാം നടക്കുന്നതിന് മുമ്പ് ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ് കൂടെ ഈ പ്രോഗ്രാം കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കുമെന്ന് ഞാൻ പറയുകയായിരുന്നു. ഞാൻ സുനിൽ ലിയോന്റെ പേര് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ലിയോ ടോൾസ്റ്റോയിയാണ് ഓർമ്മ വന്നത്. കാരണം 1877 അദ്ദേഹം അന്നാ കരാനിനെ എഴുതുമ്പോഴും അല്ലെങ്കിൽ വാർ ആൻഡ് പീസ് എഴുതുമ്പോഴും ആ സമയത്തൊക്കെ റഷ്യയിൽ വലിയ യുദ്ധങ്ങൾ നടക്കുകയാണ്. ആ യുദ്ധം നടക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് സമാധാനം തരുന്ന അല്ലെങ്കിൽ വായനയുടെ ലോകത്തേക്ക് ജനങ്ങളെ കൊണ്ടുപോയ ലിയോ ടോൾസ്റ്റോയ്. അതുപോലെയാണ് കൊറോണ സമയത്ത് മലയാളികളെ ഈ ഒരു പ്രദേശത്തേക്ക് കൊണ്ടുവന്ന പ്രിയപ്പെട്ട സുനിൽ ലിയോ, അതോടൊപ്പം തന്നെ രൂപേഷും ഉണ്ണിമോനും എല്ലാവരും. ഇത് വലിയ നല്ലൊരു കൂട്ടായ്മയാണ്. ഏതായാലും വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് ഈ സമയത്ത്. എനിക്ക് കൂടുതലായിട്ട് ഇതിന്റെ ഒരു സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് കൂടുതലായിട്ടൊന്നും പറയാനില്ല. പക്ഷെ എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ ഈ കൂട്ടായ്മ ഇന്ന് ഇപ്പൊ ഇവിടെ മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാന ജേതാക്കളായ ആളുകളെ ആദരിക്കുന്ന ഒരു സുദിനം കൂടിയാണ് ഇത്. വളരെയധികം സന്തോഷമുള്ള മത്സരാർത്ഥികൾക്കൊക്കെ
എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. കൺഗ്രാറ്റുലേഷൻസ് ടു യു ഓൾ. മത്സരത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ, വിജയികളാവുക എന്ന് പറയുന്നത് തന്നെ ജീവിതത്തിലെ വലിയ നേട്ടമാണ്. ഞാനിവിടെ എൻ്റെ ഒരു 21 വയസ്സിൽ ഞാൻ ബഹ്റൈനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശമൊക്കെ ആ ഒരു 30-ന്റെ ഉള്ളിലുള്ളവരൊക്കെ ഇവിടെ ഉള്ളൂ. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മൾ ബഹ്റൈനിൽ നിൽക്കുകയാണെങ്കിൽ ഒരു 20 വയസ്സിൽ ബഹ്റൈനിൽ വന്ന ആളാണെങ്കിൽ ഒരു 20 തവണ, 2 വർഷത്തേക്കാണെങ്കിൽ ഒരു 20 തവണ മാത്രമാണ് നമ്മുടെ വിസ അടിക്കുക. അപ്പോഴേക്ക് 60 വയസ്സാകും. അതായത് ആയുസ് കഴിഞ്ഞു പോകുന്നത് അറിയുന്നവരാണ് പ്രവാസികൾ. നാട്ടിലുള്ള ആളുകളൊന്നും ആയുസ് കഴിഞ്ഞു പോകുന്നത് അറിയുന്നില്ല. പക്ഷെ ഓരോ തവണ വിസ അടിക്കുമ്പോഴും 2 വർഷം കഴിഞ്ഞു പോയത് അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞു പോയത് എന്നുള്ള ധാരണ, അല്ലെങ്കിൽ ആ 1 വർഷത്തെ ജീവിതം 2 വർഷത്തെ ജീവിതം കഴിഞ്ഞു പോയി എന്നുള്ള ധാരണയുള്ള ആളുകളാണ് പ്രവാസികൾ. അതുകൊണ്ടാണ് നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ ഒരുപക്ഷെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായി ആളുകളിൽ നിന്ന് നല്ല ഒരു സ്വഭാവം, നമ്മളെ എപ്പോഴും ഒരു ഡീസൻസി കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രായം എത്ര കഴിഞ്ഞു എന്നുള്ള കൃത്യമായ ബോധം നമുക്കുണ്ട്. ഒന്ന്, രണ്ടാമത്തത് ഇനി എത്ര ജീവിക്കുവാനുണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ട്. ഇനി നിങ്ങളെല്ലാവരും ഇന്ന് പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര തവണ എനിക്കിവിടെ വിസ അടിക്കാൻ കഴിയുമെന്നുള്ളത്. 20 തവണ വിസ അടിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ 3-4 തവണ മാക്സിമം, അത്രയേ ഉള്ളൂ നമ്മുടെ പാസ്പോർട്ട് പുതുക്കാനുള്ള സമയം. ഒരു ചെറിയ ഷോർട്ട് ടൈം, ഈ ഷോർട്ട് ടൈമിലുള്ള ഈ സമയത്ത് സന്തോഷം കണ്ടെത്തുക. ആ സന്തോഷം കണ്ടെത്തുന്ന ഈ പ്ലാറ്റ്ഫോം, ഈ ബഹ്റൈൻ മല്ലു ആംഗ്ലേഴ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം, ഇതൊരു റിലാക്സേഷൻ പ്ലാറ്റ്ഫോമാണ്. യഥാർത്ഥത്തിൽ വളരെയധികം ഇങ്ങനെ സന്തോഷിച്ചു പോവാ. ഏതായാലും പെട്ടെന്ന് മരിച്ചു. സിസ്റ്റർ മേരി ബെനീജ പാടിയതുപോലെ സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അടങ്ങിപ്പോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ ഈ നമുക്ക് പിന്നെ എന്തു ശങ്ക, മാറ്റമൊന്നുമില്ലതിൽ മരിച്ചിടും ജനിച്ച മർത്യരൊക്കെയും വിതർക്കമിങ്ങൊരുത്തരും പറഞ്ഞിടാത്ത സത്യമാണതെങ്കിലും. അതുപോലെയാണ് ജീവിതം. പെട്ടെന്നെല്ലാം അവസാനിച്ചു പോകും. ഈ കാണുന്ന സന്തോഷം, ഈ സന്തോഷം കാലാകാലവും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ വലിയ മാനസികമായിട്ടുള്ള വലിയ തലത്തിലുള്ള ഈ യോഗം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്തതായിട്ട് നമ്മുടെ ചെമ്പൻ ജനറൽ സാറിന്റെ ഇന്ന് ഒരു ആദരിക്കലാണ്. നമ്മുടെ വിജയൻ ചേട്ടനെ ക്ഷണിച്ചുകൊടുക്കുന്നത്. നമ്മുടെ സീനിയർ ആംഗ്ലറാണ് ആള്. കൂടാതെ നമ്മുടെ വിജിലേഷിന്റെ അച്ഛൻ കൂടിയാണ്. അടുത്തായിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അതിനുശേഷം പ്രൈസിലേക്ക് പോവാം. നമ്മളുടെ സ്പോൺസറായ അടൂർ കരിക്കിനേറ്റ് സിൽക്ക് ഗാലറിയുടെ പ്രതിനിധി ഇവിടെ എത്തിയുണ്ട്. ബിനുവിനെ സ്വാഗതം ചെയ്തു. അതിന്റെ ഓണർ ഇവിടെ വരാൻ വെച്ചാണ്. അവർക്ക് ചില ബുദ്ധിമുട്ട് കാരണം എത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരുടെ കസിനെ വിട്ടേക്കുന്നത്. രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി പിന്നോട്ടിനെ കൊടുക്കാം. ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അടൂർ കരിക്കിനയത്തിന്റെ വകയായ നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത വർഷങ്ങളിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. സെക്കൻഡ് പ്രൈസ് നൽകാനായിട്ട് നമ്മുടെ സുരേഷ് മണ്ടോടി ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. സെക്കൻഡ് പ്രൈസ് നേടിയ അൻവർ ടി കെ. നമസ്കാരം.
ഓർഗനൈസേഷൻ DMC ഭാരവാഹികൾ ബഹ്റിലെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തന ചെയർമാൻ ജലാലിക്ക എൻ്റെ സഹോദരൻ തുല്യമാണ് അശ്വിനി മാഷ് മറ്റെല്ലാ ഭാര്യമാർക്കും ഇത്തരമൊരു പ്രോഗ്രാം സംഘടിപ്പിച്ച മുഴുവൻ ആളുകൾക്കും എൻ്റെ ഇതിൽ നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതുപോലെ വലിയ വലിയ പ്രൈസുകൾ അടുത്ത പ്രാവശ്യവും നമുക്ക് ഒത്തുകൂടാൻ ഈശ്വര അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിർത്തുന്നു. നമസ്കാരം. തേർഡ് പ്രൈസ് നൽകാനായിട്ട് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സുനിലേട്ടനെ ക്ഷണിക്കുന്നു. തേർഡ് പ്രൈസ് നേടിയ നമ്മുടെ ബിന്നി. പങ്കെടുത്ത മുഴുവൻ പാർട്ടിസിപ്പൻസിനും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ നമ്മുടെ ബൈക്ക് ഫിഷിംഗിലെ ഹയസ്റ്റ് വെയിറ്റ് പിടിച്ച അക്ബറിനെ ക്ഷണിക്കുന്നു. അക്ബറിന് പ്രൈസ് കൊടുക്കാനായിട്ട് അജിയാണ്. അടുത്ത പ്രൈസ് നേടിയേക്കുന്നത് നമ്മുടെ ലേഡി ആംഗ്ലറാണ് വിജിഷ. വിജിഷയ്ക്ക് പ്രൈസ് കൊടുക്കാനായിട്ട് ഉണ്ണീനെ സുഹിത്തിനെ ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് ബൈറ്റ് ഫിഷിംഗിൽ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി പിടിച്ചേക്കണ വിജിലേഷനെ ക്ഷണിക്കുന്നു. പ്രൈസ് കൊടുക്കാനായിട്ട് ഞാനും ഉപയോഗിച്ചു. അടുത്തതായിട്ട് ജൂനിയർ ആംഗ്ലറിൽ വന്നേക്കണ പ്രണവരുണിനെ ക്ഷണിക്കുന്നു. കഴിഞ്ഞ വർഷവും പ്രണവ് പ്രൈസ് കൊണ്ടുപോയതാണ് ജൂനിയർ ആംഗ്ലറിന്റെ. ഇപ്രാവശ്യവും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടത്. കൊടുക്കാനായിട്ട് സുഹിത്തിനെയും രജീഷിനെയും ക്ഷണിക്കുന്നു. ദീപുവിനെയും സൽവനെ ക്ഷണിക്കുന്നു. പ്രൈസ് കൊടുക്കാനായിട്ട് മനോജ് ഭായിയും സുരേഷ് ഭായിയും. പിന്നെ FB-ലേക്ക് ഏറ്റവും കൂടുതൽ മേടിച്ചത് നമ്മുടെ റാഫിക്കാണ്. റാഫിക്ക് നാട്ടിൽ പോയേക്കണ്. റാഫിക്കയുടെ പ്രൈസ് ആരാ മേടിക്കണേ? കൃഷി റാഫിക്ക് കൊടുത്തേക്കട്ടെ. നേടിയേക്കണത് നമ്മുടെ ജോൺ റേനിയാണ്. പുള്ളിക്ക് ഡ്യൂട്ടി സംബന്ധമായ കാരണങ്ങളുടെ ഇന്ന് വരാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതും റഷീദ് ഭായിയുടെ തന്നെ ജോൺ റേനിക്കുള്ള പിന്നെ നമ്മളെല്ലാം പ്രിയപ്പെട്ട സാജനൊരു പ്രൈസ് നമ്മൾ സ്പെഷ്യലായിട്ട് കൊടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മീനെ പിടിച്ചിട്ട് ചില എന്താ പറയുക നമ്മുടെ റൂൾസ് പരമായിട്ട് പിന്നോക്കം പോകേണ്ടി വന്നു. അതിനാലും ഏറ്റവും കൂടുതൽ മീനെ പിടിച്ചേക്കുന്നതും ഏറ്റവും കൂടുതൽ വെയിറ്റ് പിടിച്ചതുമായ സാജന് ഒരു സ്പെഷ്യൽ പ്രൈസ് കൊടുക്കുന്നു. സാജനെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. സാജന് പ്രൈസ് കൊടുക്കാൻ എല്ലാ അഡ്മിൻസിനെയും ക്ഷണിക്കുന്നു. നന്ദി പറയലാണ്. നമ്മളുടെ ഏകദേശം ഇപ്പൊ നമ്മുടെ FB പേജില് 1500ഓളം ആൾക്കാരുണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഏകദേശം 300 ആൾക്കാർ. അതിൽ ഇത്രയും ആൾക്കാരെ എത്താൻ പറ്റിയിട്ടുള്ളൂ. അത് വലിയൊരു പോരായ്മയാണ്. പിന്നെ നമ്മളുടെ കോമ്പറ്റീഷനെ ജോയിൻ ചെയ്ത് 700 ആൾക്കാർ.
അവരെല്ലാവരും എത്തിയിട്ടില്ല ഇപ്പോഴും. എന്നിരുന്നാലും നല്ലൊരു കൂട്ടായ്മയായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ഓക്കെ, ഇനി ചെറിയ കുറച്ച് സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ എല്ലാവരും കഴിക്കാം. ഒരു ഗ്രൂപ്പ് ഫോട്ടോ എല്ലാവർക്കും കൂടി നിന്ന് എടുക്കാം. എല്ലാവരും ഇങ്ങോട്ട് പോരെ, ഫ്രണ്ടിലേക്ക് പോരെ. ഈ അവസരത്തിലുണ്ടല്ലോ പ്രത്യേകം എടുത്തു പറയേണ്ട കുറച്ച് പേരുകളുണ്ട്. അത് ഈ ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അഡ്മിൻസ് ആണ്. അത് രൂപേഷ്, സുനിൽ ലിയോ, അജീഷ്, ഉണ്ണിമോൻ, സുജിത്ത്, വിജിലേഷ്, മനോജ്, ഷിബു, മുഹമ്മദ് റാഫി, വിജീഷ്, ഇവരൊക്കെയാണ് ഈ പറഞ്ഞ അഡ്മിൻസ്. ഇവരുടെ ഒരു കഠിന പ്രയത്നം കൊണ്ടാണ് ഈ ബഹ്റിൻ മല്ലു ആംഗ്ലേഴ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നിൽക്കുന്നവരാണ് ഈ പറഞ്ഞ അഡ്മിൻസ്. ഇവർക്കൊരു പ്രത്യേക നന്ദി